ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 16 മുതൽ സെൻസസ് ആരംഭിക്കുകയാണ്. ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കരുതിയിരിക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ SIR പോലെ കൃത്യമായി ആരംഭിച്ച് സമയബന്ധിതമായി അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് സെൻസസ്. SIRൽ ഓരോ പൗരൻ്റെയും ഡൊമിസൈൽ കണ്ടെത്തുകയും പിതാവിൻ്റെയും പിതാമഹന്മാരുടെയും പ്രോജനെ അടിസ്ഥാനമാക്കി പൗരത്വം പരിശോധിച്ച് വോട്ടവകാശം നൽകുകയുമാണ് ചെയ്തത്. ശരിക്കും വോട്ടർ ID കാർഡ് പൗരത്വ രേഖയല്ല എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പൗരത്വം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു രേഖ കൂടിയാണ് വോട്ടേഴ്സ് ID. അത് നമ്മുടെ ഡൊമിഷ്യൽ സ്റ്റാറ്റസ് കൂടി വ്യക്തമാക്കുന്നു. സെൻസസിൽ കൂടി നടക്കുന്നത് കണക്കെടുപ്പാണ്. അതായത് വ്യക്തിയുടെ വിവരവും ആ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടികളുടെ വിവരവും നൽകണം. ഇപ്രാവശ്യത്തെ സെൻസസിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത് ഡിജിറ്റൽ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പാണ് നടക്കുന്നത്. 2ാം ഘട്ടത്തിലാണ് ആളുകളുടെ കണക്കെടുപ്പ് തുടങ്ങുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ സെൽഫ് എന്യൂമറേഷൻ വഴിയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇതിനായി sc.census.gov.in എന്ന വെബ്സൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. ജൂൺ 16 മുതൽ 30 വരെ മാത്രമേ ഈ പോർട്ടലിൽ പ്രവേശനമുള്ളൂ. ആകെ 15 ദിവസങ്ങളായിരിക്കും ഈ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതായത് 3,62,00,000 മേൽ വരുന്ന ജനങ്ങൾക്ക് അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ വെറും 360 മണിക്കൂർ സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജൂൺ 16 തന്നെ പോർട്ടലിൽ കയറാൻ നമ്മൾ തയ്യാറായിരിക്കുക എന്നതാണ് പ്രധാനം. പോർട്ടലിൽ കയറിയാൽ നമ്മുടെ സംസ്ഥാനം രേഖപ്പെടുത്താൻ പറയും. അപ്പോൾ കേരളം എന്ന് രേഖപ്പെടുത്തുമ്പോൾ ക്യാപ്ച കോഡ് നൽകാൻ പറയും. പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. കുടുംബത്തിലെ കുടുംബനാഥൻ്റെ മൊബൈൽ നമ്പറാണ് ഇതിനായിട്ട് വേണ്ടത്. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരാൾക്ക് മാത്രമേ ലോഗിൻ ചെയ്ത് സെൽഫ് എന്യൂമറേഷൻ നൽകാൻ സാധിക്കൂ. അയാളുടെ കുടുംബത്തിലെ വിവരങ്ങൾ മാത്രമേ അയാൾക്ക് നൽകാനും കഴിയൂ. മറ്റൊരാൾക്കും പിന്നീട് ആ നമ്പറിൽ രജിസ്ട്രേഷൻ അനുവദിക്കില്ല. രജിസ്ട്രേഷന് ശേഷം വിവരങ്ങൾ നൽകി വെരിഫിക്കേഷൻ ചെയ്ത് പൂർത്തിയാക്കാം. പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ഒരു H എന്ന് തുടങ്ങുന്ന 11 അക്ക SCID നമ്പർ ലഭിക്കും. ഈ നമ്പർ വളരെ കരുതലോടെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇത് സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കൈമാറേണ്ടതാണ്. ഉദ്യോഗസ്ഥർ അവരുടെ കൈവശമുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് മറ്റ് വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തി പൂർണ്ണമാക്കുകയും ചെയ്യും. ജൂലൈ 1 മുതലാണ് നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ വരിക. ഇനി പോർട്ടലിൽ വിവരങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ പറയാം. 1948 സെൻസസ് ആക്ട് പ്രകാരമാണ് വിവരങ്ങൾ നൽകേണ്ടത്. എല്ലാ പൗരന്മാരും സെൻസസ് വിവരം നൽകാൻ ബാധ്യസ്ഥരാണ്. വിവരം നൽകാതിരിക്കുന്നതും തെറ്റായ വിവരം നൽകുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. അതുപോലെ സെൻസസ് ഉദ്യോഗസ്ഥരെ തടയുകയോ ജോലിക്ക് തടസ്സം നിൽക്കുകയോ ചെയ്യുന്നതെല്ലാം തന്നെ ക്രിമിനൽ കുറ്റമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. 7 സ്റ്റെപ്പുകളായിട്ടാണ് പോർട്ടലിൽ വിവരങ്ങൾ നൽകേണ്ടത്. അതിലൊന്നാമത് രജിസ്ട്രേഷനാണ്. കുടുംബനാഥൻ്റെ പേരും മൊബൈൽ നമ്പറും വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഫോണിൽ ഒരു OTP വരും. അത് വെച്ച് വെരിഫൈ ചെയ്യുക, ഭാഷ തിരഞ്ഞെടുക്കുക. പിന്നെ രണ്ടാമതായിട്ട് അഡ്രസ്സാണ്. ഇവിടെ നൽകേണ്ടത് അഡ്രസ്സാണ്. അതായത് സ്ഥിരമായിട്ടുള്ള മേൽവിലാസം. ആധാർ കാർഡിലും ഇലക്ഷൻ ID കാർഡിലും നൽകിയിട്ടുള്ള പെർമനൻ്റ് അഡ്രസ്സാണ് നൽകേണ്ടത്. ജില്ല, പിൻകോഡ്, പ്രദേശം എന്നിങ്ങനെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ പോർട്ടലിൽ നമ്മുടെ വീടിരിക്കുന്ന പ്രദേശം കാണാൻ കഴിയും. അവിടെ മാപ്പിൽ ഒരു മാർക്കർ തെളിഞ്ഞു വരും. അവിടെ വീടിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. മൂന്നാമത്തത് ഹൗസ് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോഴാണ് നമുക്ക് HLO ചോദ്യാവലി ലഭ്യമാകുന്നത്. ഇവിടെ വീടിൻ്റെ നിർമ്മാണ രീതികൾ ചോദിക്കും. അതായത് തറ, മേൽക്കൂര, ചുമരി എന്നിങ്ങനെയുള്ള ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചത്, വീടിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്, ഇവയൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി സേവ് ചെയ്യേണ്ടതാണ്. ഇനി നാലാമത്തത് ഹൗസ് ഹോൾഡ് ഡീറ്റെയിൽസ് ആണ്. ഇത് കുടുംബത്തിൻ്റെ വിവരങ്ങളാണ്.
ആകെ അംഗത്തിൻ്റെ എണ്ണം, പുരുഷന്മാർ എത്ര, സ്ത്രീകൾ എത്ര, കുട്ടികൾ എത്ര, സ്വന്തമാണോ വാടകയ്ക്കാണോ എന്നിവയൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. അഞ്ചാമത്തത് ബേസിക് ഫെസിലിറ്റികളാണ്. അതായത് വീടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. കുടിവെള്ളം, വൈദ്യുതി, ശുചിമുറികളുണ്ടോ എന്നിവ എഴുതണം. വിറകാണോ ഗ്യാസാണോ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ഇനി ആറാമത്തത് അസറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ് ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള മറ്റ് അസറ്റുകളെക്കുറിച്ച് വിവരങ്ങൾ നൽകണം. അതായത് ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, പിന്നെ ബൈക്ക്, കാറ്, മറ്റു വാഹനങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ലൈഫ് സ്റ്റൈൽ എന്നുള്ളിടത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏഴാമത്തത് ഫൈനൽ സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഫോം മുഴുവനായും ഫിൽ ചെയ്തു. ഇനി സേവ് ചെയ്യണം. അതിനു മുമ്പായിട്ട് ഒരു പ്രിവ്യൂ പേജ് ഓപ്പൺ ആയിട്ട് വരും. അത് പരിശോധിച്ച് നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് പരിശോധിക്കണം. ശരിയാണെങ്കിൽ സേവ് ചെയ്യുക, ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്താലാണ് നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാകുന്നത്.